ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികളിൽ PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന രോഗം വളരെ സാധാരണയായി കണ്ടുവരുന്നു. സ്ത്രീയുടെ അണ്ഡാശയത്തിൽ വൻതോതിൽ പക്വതയില്ലാത്തതോ ഭാഗികമായി പാകമായതോ ആയ അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കാലക്രമേണ അണ്ഡാശയത്തിലെ സിസ്റ്റുകളായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് PCOD എന്ന് പറയുന്നത്. ഇക്കാരണത്താൽ അണ്ഡാശയങ്ങൾ വലുതാവുകയും വന്ധ്യത, ക്രമരഹിതമായ ആർത്തവം, വളരെ ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടാവുക, പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടുണ്ടാകുക, മുടി കൊഴിച്ചിൽ, സാധാരണമായി ഭാരം വർദ്ധിക്കുക, അമിതമായ രോമവളർച്ച, തൈറോയിഡ്, പ്രമേഹം, ഫാറ്റി ലിവർ, സന്ധിവേദന എന്നിവയൊക്കെ കാരണമാകാം. സാധാരണ പ്രായപൂർത്തിയായ പെൺകുട്ടിയിൽ യൂട്രസിൻ്റെ ഇരുവശങ്ങളിലുമായി 2 അണ്ഡാശയങ്ങളുണ്ട്. ഓരോ മാസവും ഓരോ ഭാഗത്തു നിന്നുമുള്ള അണ്ഡാശയത്തിൽ നിന്നും ഓരോ അണ്ഡം പൂർണ്ണ വളർച്ചയെത്തി പുറത്തേക്ക് വരുന്നു. എന്നാൽ PCODയുടെ പ്രശ്നമുള്ളവരിൽ അണ്ഡാശയത്തിൽ ഉണ്ടാകുന്ന ഇത്തരം അണ്ഡങ്ങൾക്ക് പൂർണ്ണ വളർച്ചയിൽ എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവ പുറത്തേക്ക് വരാതെ അണ്ഡാശയത്തിൽ തന്നെ നിലകൊള്ളുന്നു. PCOD ഉള്ളവരിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ അണ്ഡാശയത്തിൽ പൂർണ്ണ വളർച്ച എത്താത്ത അണ്ഡങ്ങൾ നിരനിരയായി നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നറിയപ്പെടുന്നത്. പെൺകുട്ടികളിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസമാണ്. രക്തത്തിൽ ഇൻസുലിൻ ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ അവരുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ടാവുകയും സ്ത്രീ ഹോർമോണിന് പകരം അവിടെ പുരുഷ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. പെൺകുട്ടികളിൽ സ്ത്രീ ഹോർമോണിന് പകരം പുരുഷ ഹോർമോൺ വന്നാൽ അവരുടെ ശരീരത്തിൽ അണ്ഡോൽപാദനം നടക്കുമെങ്കിലും അണ്ഡങ്ങൾ പൂർണ്ണ വളർച്ച പ്രാപിക്കാറില്ല. ഇതാണ് PCOD രോഗമുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം. ഇത്തരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് പെൺകുട്ടികളുടെ മുഖത്ത് രോമവളർച്ച കൂടുതലായി ഉണ്ടാകുന്നത്. PCODയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ആദ്യമായി എല്ലാവരും ചെയ്യുന്നത് ഒരു ഡോക്ടറെ പോയി കാണും. 4-5 മാസം ഹോർമോൺ മരുന്നുകളൊക്കെ കഴിക്കും. മെഡിസിൻ കഴിക്കുന്ന സമയത്ത് അവരുടെ പീരീഡ്സ് എല്ലാം നോർമൽ ആവുകയും ചെയ്യും. മെഡിസിൻ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആരും തയ്യാറാകാറില്ല. PCODയുടെ പ്രശ്നമുള്ള പെൺകുട്ടികളിൽ വിവാഹിതരായാൽ അവർ പ്രഗ്നൻ്റ് ആകുവാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ കാരണം ഓവുലേഷൻ കൃത്യമായി നടക്കാത്തതാണ്. ഓവുലേഷൻ നടന്നാലും ബീജസങ്കലനം നടങ്ങുമ്പോൾ അത് ഗർഭപാത്രത്തിലേക്ക് വന്ന് ഒട്ടിപ്പിടിക്കുവാനുള്ള സാധ്യത കുറവുമാണ്. ഇനി ഇത്തരക്കാർ ഗർഭവതിയായാൽ പോലും അബോർഷൻ നടക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, PCODയുടെ പ്രധാന കാരണം അവരുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ കൃത്യമായി ഓവുലേഷൻ നടക്കുകയും മാസമുറ കൃത്യമായി നടക്കുകയും ചെയ്യും. അതിനായി PCODയുടെ പ്രശ്നമുള്ളവർ ഒറ്റ നേരം കഴിക്കുന്ന ആഹാരം 2-3 തവണയായി ഇടയ്ക്കിടയ്ക്കായി കുറേശ്ശെ കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും. ഭക്ഷണത്തിൽ വളരെ പതിയെ ദഹിക്കുന്ന ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. മൈദയ്ക്ക് പകരം ഗോതമ്പ് ഉപയോഗിക്കുക. വൈറ്റ് റൈസിന് പകരം തവിടോട് കൂടിയ അരി ഉപയോഗിക്കുക. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ ധാരാളം കഴിക്കുക. ഈ ഒരു ഭക്ഷണ രീതിയോടൊപ്പം സാലഡുകളും കൂടുതലായി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. കാരണം ഭക്ഷണത്തിനോടൊപ്പം സാലഡുകൾ കഴിക്കുമ്പോൾ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ കുറയ്ക്കുന്നതിന് സഹായിക്കും. പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, കടല, പരിപ്പ് വർഗ്ഗങ്ങൾ, മുട്ടയുടെ വെള്ള, ചെറിയ മീനുകൾ എന്നിവയൊക്കെ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ബദാം, വാൽനട്ട് തുടങ്ങി ഒമേഗ-3 ഫാറ്റി ആസിഡ് കൂടുതലായി അടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായി ഉൾപ്പെടുത്തണം. ഒമേഗ-3 ഫാറ്റി ആസിഡിന് നമ്മുടെ ശരീരത്തിലെ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് മൂലമുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ കുറയ്ക്കുവാൻ കഴിയും. PCOD നിയന്ത്രിക്കുവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് ശരിയായ വ്യായാമം. ദിവസം അരമണിക്കൂർ കൃത്യമായി വ്യായാമം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. പതിവായി നടത്ത ശീലമാക്കുക. ബേക്കറി ഫുഡ്, റെഡ് മീറ്റ്, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, മധുരമുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതേപോലെ ജങ്ക് ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളും ചോക്ലേറ്റും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ കഴിവതും ഒഴിവാക്കുക. ആയുർവേദത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട്. ഏരണ്ട തൈലം, പടവല കടുരോഹിണ്യാദി കഷായം, ഏരണ്ട
സുകുമാരം, മിശ്രക സ്നേഹം തുടങ്ങിയ ഔഷധങ്ങൾ കൊണ്ടുള്ള വിരേചനം ചെയ്യാം. ശേഷം ത്രയന്ത്യാദി, വരണാദി, ചിത്രകാദി, സപ്തസാരം, ഗുൽഗുലുതിക്തകം തുടങ്ങിയ കഷായങ്ങൾ, സുകുമാരഘൃതം, സുകുമാര രസായനം, ധന്വന്തരഘൃതം, ശിവഗുളിക, ചന്ദ്രപ്രഭ തുടങ്ങിയ ഔഷധങ്ങളൊക്കെ അവസ്ഥാനുസരണം ഉപയോഗിക്കാം. ചിട്ടയായ വ്യായാമവും ചിട്ടയായ ജീവിതശൈലിയും ഉണ്ടെങ്കിൽ PCOD എന്ന രോഗത്തെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. അതുകൊണ്ട് PCODക്ക് മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം കൃത്യമായ ഭക്ഷണ രീതിയും വ്യായാമവും ശീലമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.